നമ്മൾ വീടുകളിലും പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് സ്പേസ് പ്ലാനിങ്. ഈ സ്പേസ് പ്ലാനിങ് എന്ന് പറയുന്നത് സാധാരണ ഒരു നമ്മുടെയൊക്കെ ചിന്തകളെന്ന് പറയുന്നത് അല്ല നമ്മൾ കരുതുന്നത് കൂടുതൽ സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് അല്ലെ വലിയ വീടുകൾക്കാണ് ഈ സ്പേസ് പ്ലാനിങ് വേണ്ടി വരിക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെറിയ വീടുകൾ ഇപ്പം ബഡ്ജറ്റ് കൺസേണിലൊക്കെ ഉള്ള ചെറിയ വീടുകളുണ്ടാവും, അല്ലെങ്കിൽ സ്ഥലപരിമിതി മൂലം നമ്മൾ ചെറിയ വീട്ടിലേക്ക് നമ്മൾ വരാറുണ്ട് അല്ലേ. നമ്മൾ ചെറിയ 2-3 സെൻറ്റിലൊക്കെ ഉള്ള വീടുകൾ അല്ല 5 സെൻറ്റിലുള്ള വീടുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ വീടുകൾക്കും ഈ സ്പേസ് പ്ലാനിങ് അതിലെങ്ങനെയാണ് അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് സ്പേസ് പ്ലാനിങ്ങിന് ചെറിയ വീടുകളിൽ? ചെറിയ വീടുകളുടെ ഫങ്ഷണാലിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ചെറിയ വീടാകുമ്പോൾ ചെറിയ സ്പേസിൽ നിന്നുകൊണ്ട് മാക്സിമം നമുക്ക് അവിടെ സ്പേസ് മാനേജ് ചെയ്തുകൊണ്ട് അവർക്ക് ഫങ്ഷണാലിറ്റി എങ്ങനെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കിച്ചണാണ്, ഡൈനിങ് സ്പേസ് വരുന്നു, അല്ലെങ്കിൽ ലിവിങ്, ഫാമിലി ലിവിങ്, അങ്ങനെയൊക്കെയുള്ള സ്പേസിൽ വരുമ്പം അവിടെ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ക്ലട്ടറിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ക്ലട്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ട് അതിന് സൂട്ടല്ലാത്ത സാധനങ്ങൾ കൊണ്ട് അവിടെ പ്ലേസ് ചെയ്യുക. അതാണ് നമ്മൾ സാധാരണഗതിയിൽ എല്ലാ വീട്ടിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അവോയ്ഡ് കൾട്ടർ എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. കാരണം ഇതെന്ന് വെച്ചാൽ എവിടെയാണ് എന്താണ് വെക്കേണ്ടതെന്നുള്ളത് ഹൗസ് ഓണർ അറിയില്ല. അപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് അതിന് സൂട്ടല്ലാത്ത സാധനങ്ങൾ കൊണ്ടുവെക്കുകയാണ്. പിന്നെ ഡംപിങ് ആണ്. ഇതാണ് നമ്മളെപ്പോഴും കണ്ടുവരുന്നത്. ഇപ്പോൾ ഈ സ്മോൾ ഹൗസസ് എന്ന് പറയുമ്പോൾ അവർക്കൊരു മിനിമം സ്പേസിലാണ്. അപ്പോൾ ഡിസൈനിങ് തന്നെ ഒരു മിനിമലിസ്റ്റിക് ഡിസൈനിലേക്ക് പോകും. ആ മിനിമലിസ്റ്റിക് ഡിസൈനിൽ നിന്നുകൊണ്ട് ആ ബഡ്ജറ്റിനുള്ളിൽ നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട ഫർണിച്ചർ, അതിൻ്റെ ലേഔട്ടുകളെല്ലാം സെറ്റ് ചെയ്ത് പ്രോപ്പർ പ്ലേസിൽ പ്രോപ്പർ അലൈൻമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ ലൈറ്റ്, വെൻറ്റിലേഷൻ്റെ എല്ലാ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നത്. കിച്ചൻ്റെ ഫങ്ഷണാലിറ്റി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കിച്ചണിൽ കയറിയുമ്പോൾ കുക്കിംഗ് റേഞ്ചായി, ഫ്രിഡ്ജായി, അതിൻ്റെ ഒരു ട്രയാങ്കിൾ ആക്സസ് ഉണ്ട്. അപ്പോൾ ഇത് എവിടെയെങ്കിലും കൊണ്ട് വെക്കും. അപ്പോൾ എല്ലാം പിന്നീട് വരുമ്പോൾ അവർക്ക് തന്നെ കൺഫ്യൂഷനാണ് ഈ സാധനം എവിടെ എന്താണ് വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ശരിയായിട്ടുള്ള ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഡിസൈനിങ്ങിൽ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് സ്പേസ് പ്ലാനിങ് ചെയ്തിട്ട് ആണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡൈനിങ് ടേബിൾ ഇട്ട് കഴിയുമ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് നമ്മൾ ഫോൾഡബിൾ ഡൈനിങ്, സോഫ കം ബെഡ്, ഇപ്പോൾ സ്റ്റഡി ടേബിളൊക്കെ വരുന്നത് ഫോൾഡബിൾ വോൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ളതെല്ലാം കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അവർക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ക്ലട്ടറിങ് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ഒരു വീട് വെക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ നമ്മളൊരു വീടിൻ്റെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്ലാനിങ് കയറി വരുന്നുണ്ടല്ലേ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഇപ്പോൾ ഡോർ ഇപ്പോൾ നമ്മൾ മെയിൻ ഡോർ കയറി വരുമ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുന്നു, അതിൻ്റെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് എങ്ങോട്ടാണ് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ, ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സോഫയുടെ പകുതി പോർഷൻ കവർ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഈ ഫർണിച്ചറിൻ്റെ ലേഔട്ട് തന്നെ മാറിപ്പോയി. അപ്പോൾ ചെറിയ സ്പേസിലാണ് വലിയ കാര്യങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ല, ഇതൊരു വലിയൊരു അറിവ് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഫർണിച്ചർ, എന്തെല്ലാം ഫർണിച്ചർ അതിൻ്റെ അകത്ത് വേണം, ഏതെല്ലാം പൊസിഷനിൽ ഫർണിച്ചർ ചെയ്യണം എന്നൊക്കെ വെക്കുന്ന നമ്മൾ ആ പ്ലാൻ ചെയ്ത് വെക്കുന്നത് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. തീർച്ചയായിട്ടും ആ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾക്ക് ഡംപിങ് കൂടുന്നത്. ഏതൊരു നമ്മുടെ ഹൗസ് ഹോൾഡ് തിങ്സിൻ്റെയും കറക്റ്റ് പൊസിഷനിൽ കറക്റ്റ് പ്ലേസ്മെൻറ്റ് നമ്മളത് അലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലട്ടറിങ് ഒഴിവാക്കാൻ പറ്റും. നമ്മളിപ്പം മാം നമ്മുടെ സ്പേസ് പ്ലാനിങ്ങിനെ പറ്റി പറഞ്ഞു, ചെറിയ വീടുകളിലെ സ്പേസ് പ്ലാനിങ്. നമുക്ക് സ്വാഭാവികമായിട്ടും വലിയ വീടുകൾക്ക് ഒരുപാട് സ്പേസ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു 4000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 3000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾ എന്ന് പറയുന്നത് വിശാലമായ ഏരിയ ആയിരിക്കും അതിൻ്റെ അകത്തുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പം ഇവിടെ നമുക്ക് അത് നീറ്റായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് ആ വീടിൻ്റെ അറ്റ്മോസ്ഫിയറിനെ തന്നെ ബാധിക്കല്ലേ. തീർച്ചയായിട്ടും. അതെങ്ങനെയായിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യുക? നമ്മളിപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 3 ലെവലിലാണ് ഞാൻ അതിനെ കാണുന്നത്. ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ലോ പ്രൊഫൈൽ എന്ന് പറയുമ്പോഴത്തേക്കിന് അതിൻ്റെ അകത്ത് അധികം നമുക്ക് ബഡ്ജറ്റ് കൂട്ടാൻ പാടില്ല. സ്പേസ് ലിമിറ്റഡ് ആണ്. അവിടെയും അൺവാണ്ടഡ് സ്പേസ് നമുക്ക് കളയാൻ പാടില്ല. മാക്സിമം യൂട്ടിലിറ്റി സ്പേസ് നമ്മൾ കൊടുക്കണം. രണ്ടാമത്തേത് വരുമ്പോൾ ഒരു മിഡിൽ സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ തന്നെ ഒരു 3000 to 4000 അല്ലെങ്കിൽ 2000+ എന്ന് വെച്ചോ, അവിടെയും നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം അവിടെ സ്പേസ് കളയാനില്ല, എന്നാൽ ഫർണിച്ചറൊക്കെ പ്രോപ്പറായിട്ട് തന്നെ വേണം. അവിടെ മുമ്പിലത്തെ പോലെ ഫോൾഡബിൾ ഒന്നും പറ്റില്ല. കിച്ചണിലാണെങ്കിലും മാക്സിമം സ്പേസ് വേണം, വർക്ക് ഏരിയ വേണം, യൂട്ടിലിറ്റി സ്പേസസ് വേണം. ബെഡ്റൂമിലാണെങ്കിലും കറക്റ്റ്, കുട്ടികളുടെ റൂമാണെങ്കിൽ സ്റ്റഡി റൂം, അങ്ങനെയൊക്കെയുള്ള പല ഫങ്ഷൻസ് നടക്കുന്നതാണ് റൂമുകളിൽ തന്നെ. അപ്പോൾ ഇതിനെല്ലാം കണ്ട് കറക്റ്റായിട്ട് സ്പേസ് പ്ലാനിങ് ചെയ്യുന്നുണ്ട്. ഒരു സ്പേസും ഒരു കോർണറും എൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞ ഒരു സിംഗിൾ സ്ക്വയർ ഫുട്ട് പോലും വെറുതെ പോകാൻ പാടില്ല. ഇപ്പോൾ 2000 സ്ക്വയർ ഫീറ്റിന് ഉണ്ടെങ്കിൽ അതിൻ്റെ 1 സ്ക്വയർ ഫീറ്റ് പോലും വെറുതെ നമുക്ക് കളയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ആ വീട്ടിലുള്ള മെമ്പേഴ്സ്, അവിടെ എന്തൊക്കെയാണ് ഫങ്ഷൻസ്, ഇതെല്ലാം നമ്മൾ എടുത്തതുകൊണ്ട് ഡെയിലി അവരുടെ റൊട്ടീനിൽ വരുന്ന കാര്യങ്ങൾ വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സ്പേസ് പ്ലാനിങ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിംഗിൾ സ്ക്വയർ ഫുട്ട് പോലും വേസ്റ്റ് ആകാത്ത രീതിയിൽ എന്തൊക്കെ അവർക്ക് ഫർണിച്ചർ ഉണ്ട്, എന്തൊക്കെ അവരുടെ ഫങ്ഷൻ നടക്കുന്നുണ്ട്, എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് സ്പേസ് പ്ലാനിങ് നമ്മളവിടെ ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എയർ ആൻഡ് ലൈറ്റാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ ജോയിനറിയുടെ ഇമ്പോർട്ടൻസ് അവിടെയുണ്ട്. എന്നാലേ നാച്ചുറൽ എയർ, നാച്ചുറൽ ലൈറ്റ് ഇതെല്ലാം കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ
എല്ലാ കോർണറിലും നമ്മളത് ശ്രദ്ധിച്ച് ജോയിനറി തൊട്ട് ഫർണിച്ചർ അല്ല ഫങ്ഷണാലിറ്റി എസ്തറ്റിക് ലുക്ക് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പിന്നീടുള്ള അതായത് 2000 മേളിലുള്ളതും പിന്നെ അതിൻ്റെ മേളിലേക്ക് വരുമ്പോൾ അറൗണ്ട് ഒരു 4000 പ്ലസ് പോയി കഴിയുമ്പം കുറേ ഏറെ സ്പേഷ്യസ് ആയിട്ട് കിട്ടുന്ന സ്പേസസ് നമുക്ക് കിട്ടും. ലിവിങ്ങിലൊക്കെ ആണെങ്കിൽ വളരെ വൈഡ് ഏരിയ ആയിരിക്കും. അപ്പോൾ ഫാമിലി ലിവിങ്, ഡൈനിങ്, അപ്പോൾ അവിടെ കുറച്ചും കൂടെ നമ്മൾ വളരെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. നമ്മൾ ഏറ്റവും ലോ പ്രൊഫൈൽ ബഡ്ജറ്റ് ചെയ്യുന്നതിൻ്റെ പറഞ്ഞല്ലോ ക്ലട്ടറിങ്, അതേപോലെ തന്നെ മെയിനാണ് ഹൈ പ്രൊഫൈലിൽ വരുമ്പോഴത്തേക്കിന് അവിടെയും ഒത്തിരി സ്പേസ് കിടക്കുന്നു. ഇതെന്ത് ചെയ്യും? വെറുതെ വേക്കൻറ്റ് സ്പേസസ് കിടക്കുകയാണ്, ഒന്നിനും പറ്റത്തില്ലാതെ. അതും പ്രോപ്പറായിട്ട് ഈ ഫങ്ഷണാലിറ്റി നോക്കിയും എസ്തറ്റിക് ലുക്ക് നോക്കി നമ്മൾ പ്രാക്ടിക്കലായിട്ട് ആണ് സ്പേസ് പ്ലാനിങ് ചെയ്ത് കസ്റ്റമറിന് കൊടുക്കുന്നത്. ഇവിടെ ജോയിനറിയെ പറ്റി പറഞ്ഞില്ലേ, യാ നമ്മൾ ജോയിനറിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? ജോയിനറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അധികം പേര് ശ്രദ്ധിക്കാത്തതാണ്. ഓക്കെ, അവരൊരു ഒന്നുകിൽ വാസ്തുവിൻ്റെ ഇതിൽ വെച്ചിട്ട് ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ നോക്കിയിട്ട് വെക്കും. നാച്ചുറൽ ലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം തന്നെ നമ്മൾ റൂമിൽ കയറി എവിടെയെങ്കിലും അതിൻ്റെ പ്ലേസ്മെൻറ്റ് ആയിക്കഴിഞ്ഞാൽ പ്രോപ്പർ ഇതിൽ ലൈറ്റ് നമുക്ക് പാസ് ചെയ്ത് കിട്ടില്ല. ഒപ്പം തന്നെ ഇൻറ്റീരിയറിലെ ഫർണിച്ചർ, ഇപ്പോൾ ബെഡായി, വാർഡ്രോബ്സായി, അല്ലെങ്കിൽ ഡ്രസ്സിങ് മിററായി, ഇതിനെയൊക്കെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരിക്കലും ജോയിനറി ഫിക്സ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നീട് അടുത്തൊരു സ്റ്റേജാണ് സോഫ്റ്റ് ഫർണിഷിങ്. അത് വരുമ്പോഴത്തേന് നമുക്ക് പകുതി കവർ ചെയ്ത് കിടക്കും, പകുതി ലൈറ്റ് നമുക്ക് റൂമിൽ കിട്ടും, പകുതി ഹൈഡ് ചെയ്ത് പോവും, വാർഡ്രോബ് ഹൈഡ് ചെയ്ത് പോകും. ഇതെല്ലാം പ്രോബ്ലം അവിടെ ഉണ്ടാകും. അപ്പോൾ ജോയിനറി സ്പേസ് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.